അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു രാത്രി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയി വന്നതിന് ശേഷമുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം, അങ്ങനെയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ഇങ്ങനെ കഴുകി നീറ്റാക്കി വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ അടുക്കളയിൽ പാത്രങ്ങൾ കെടുക്കണ കാണാനേ പറ്റില്ല, കുറേ ഇല്ല, ചായയൊക്കെ വെച്ച് പാത്രങ്ങൾ അങ്ങനെ. അപ്പോൾ അതൊക്കെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് രാത്രിക്കുള്ളത് എന്ത് സെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കുക. കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും ചൂടാക്കുക. അതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പണി ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. കുറേ പേരിങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, ചേച്ചി ഒറ്റയ്ക്ക് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണേന്ന്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ശരിയായിട്ടുണ്ട്. കറികളിനി കുറച്ച് മത്തങ്ങ കറിയുണ്ട്, അതൊന്ന് ശരിയാക്കുക. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ, രാത്രി വ്ളോഗ് അങ്ങനെ പകലിലൊക്കെ വ്ളോഗ് എടുക്കുമ്പോൾ ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ ഒരു രസമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വയ്ക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമാവണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ ചെയ്യണേന്നും എനിക്കറിയാം കേട്ടോ. ഇതിലും കുറേ പണികൾ എല്ലാവരും ചെയ്യണുണ്ടാവും. അപ്പോൾ അതാ എൻ്റെ ഒരു ഫ്രണ്ട് കാറ് വാങ്ങി അച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടു തന്നു കേട്ടോ. പിന്നെ നൈബർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാജു ബർഫിയില്ലേ, അതാണ് കേട്ടോ കൊണ്ടു തന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കാജു വെച്ചുണ്ടാക്കുന്ന ഇത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണത്. പീൽസിനും എനിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഒരു അമ്പലത്തിലല്ല, ഒരു വീട്ടിൽ നാമജപം നടക്കുന്നുണ്ട് കേട്ടോ, അയ്യപ്പന്മാർ. അപ്പോൾ അതാണ് കേട്ടോ പീൽസ് നോക്കിക്കണേ, ഇവിടെ നിന്ന് ആ ശബ്ദം വരണേ നോക്കിക്കാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കറികൾ ഒന്നും അധികം ഇല്ലാത്ത കാരണം ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സബോളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ എഗ്ഗും കൂടിയിട്ട് ആക്കിയിട്ട് ഒരു ഓംലെറ്റ്. ഇവിടെ ഓംലെറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ലെങ്കിലും മോളും ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട ഓംലെറ്റ് ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എൻ്റെ ചേച്ചി ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കും, നാളികേരമൊക്കെ ചെരുക്കിയിട്ടിട്ടൊരു ഓംലെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഒരു അപ്പം പോലെ ഇരിക്കും, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നാളികേരമായിട്ട് നല്ല ടേസ്റ്റാവും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ചേച്ചി അങ്ങനെ അതൊക്കെ ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല ടേസ്റ്റിലൊരു അപ്പം ഓംലെറ്റ് ഉണ്ടാക്കും. ഒരു സൈൻ്റെ റെസിപ്പി ചെയ്യണം, നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലെറ്റിനുള്ള മുട്ടകളൊക്കെ ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ കിടകിടാന്നടിച്ച് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഈ വീട്ടിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കറികൾ ഒപ്പിക്കാമല്ലേ. ഒരു ഓംലെറ്റും ഒരു എഗ്ഗ് കറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എഗ് റൈസൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പണി ഇങ്ങോട്ട് തീർന്നില്ലേ. അപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മുട്ട പൊട്ടിച്ച് വെച്ചിങ്ങനെ ആക്കി ചുറ്റിച്ചെടുത്ത് തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാറുണ്ട് കേട്ടോ. ഇന്ന് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ രാത്രിയിലേക്കുള്ള പരിപാടി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തുണി മടക്കി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാവും കേട്ടോ. അപ്പോൾ മോനുള്ളത് കൊണ്ട് ഞാൻ രാത്രി കേട്ടോ തിരുമ്പിയിടാൻ, രാവിലെ തോരിടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക. നമ്മുടെ ടൈം പോലെയാണ് ചെയ്യുക. ചിലപ്പോൾ ഇന്ന് ചെയ്യുന്നതാവില്ല, നാളെ ചെയ്യാം. അപ്പോൾ ഇതാ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ വാരി കൊടുത്താലാണ് ഫുഡ് കഴിക്കുക കേട്ടോ. സ്കൂളിൽ തന്നെ കഴിക്കും, പക്ഷേ ഇവിടെ അമ്മ വാരി തരണം എന്നൊക്കെ പറയും. ഇന്ന് ഞാൻ തന്നെ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതേ മോൻ കുറേ നേരം ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. അവിടെ അച്ഛനോടാണ് കേട്ടോ. ഞാൻ ഇത്ര നേരം നോക്കി കഴിഞ്ഞാലും അച്ഛൻ്റെ അടുത്താണ് അവന് ചാടിപ്പോകാനുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പോൾ അതെ ഓപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓപ്പോളുടെ അടുത്തേക്ക് ചാടാണ്. ഫുഡും കൂടി ഉണ്ടല്ലോ. ഞാൻ അവന് ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. 6 മാസം കഴിഞ്ഞിട്ടേ ഞാൻ ഫുഡ് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുക. ചില കുട്ടികൾക്ക് നേരത്തെ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ 6 മാസം കഴിഞ്ഞിട്ടേ ഫുഡ് കൊടുക്കുള്ളൂ. അതും ഞാൻ കുറച്ച് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ കേട്ടോ. അപ്പം മോന് കുറച്ച് നോസിന് കഞ്ചക്ഷൻ ഉണ്ട്, അപ്പോൾ അത് ഞാൻ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പഴയ പടങ്ങൾ നന്നായി ഇരുന്ന് കാണും കേട്ടോ നൈറ്റ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.